ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മാർജിനിൽ വിജയം നേടി. എന്നാൽ UDFന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി നടക്കുമ്പോൾ തന്നെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ ഉയരുകയാണ്. ജനകീയമായി അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെയൊക്കെ ഫ്ലക്സുകളിലൂടെ ഇത്തരത്തിൽ പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒക്കെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ ഭാഗങ്ങളിൽ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഫ്ലക്സുകളിൽ നിന്ന് മാറി ജനങ്ങൾ നേരിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെയൊക്കെ തന്നെ മലപ്പുറം നഗരത്തിലൊക്കെ വലിയ തരത്തിൽ, അതായത് കോൺഗ്രസിന്റെ തന്നെ പല സംഘടനാ രംഗത്തുള്ള ആളുകൾ ഒക്കെ തന്നെ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഫ്ലക്സ് യുദ്ധങ്ങൾ ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. അതായത് VD സതീശനെ അനുകൂലിച്ച് അല്ലെങ്കിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് ആവശ്യപ്പെടുന്നതിനൊപ്പം തന്നെ എതിർ ഭാഗത്തുള്ള ആളുകളുടെ ഫ്ലക്സിന്മേൽ പെയിന്റ് അടിച്ചും വികൃതമാക്കിയും ഒക്കെ ആ പ്രതിഷേധം കടക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം DCC ഓഫീസിന്റെ മുൻപിലാണ്. ഈ മലപ്പുറം DCC ഓഫീസിന്റെ തൊട്ട് മുൻപിലാണ് ഇത്തരത്തിൽ നമുക്കറിയാം മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസാണ്. ഈ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ തൊട്ട് ഓപ്പോസിറ്റായി ഒരു ഫ്ലക്സ് ബോർഡ് വെച്ചിരുന്നു. അതായത് ഈ ഇലക്ഷൻ വിജയിച്ച സമയത്ത് ഇനി കേരളത്തിന് ജനകീയ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് UDFിലെ പ്രമുഖരായ നേതാക്കന്മാരുടെ 6 നേതാക്കന്മാരുടെ തലപ്പടം വെച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ആയിരുന്നു അത്. അതായത് അതിൽ PK കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, VD സതീശൻ, പാണക്കാട് സാദിഖ് അലി തങ്ങൾ, KC വേണുഗോപാൽ, അങ്ങനെ ഇത്തരത്തിൽ 6 പേരുടെ പടം വെച്ചുള്ള ആ ഫ്ലക്സിൽ KC വേണുഗോപാലിന്റെ മുഖത്ത് മാത്രം സ്പ്രേ പെയിന്റ് അടിച്ച് അത് കാണാത്ത രീതിയിൽ വികൃതമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ഫ്ലക്സ് യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വലിയ ഒരു ജനകീയ ആവശ്യം അല്ലെങ്കിൽ ജനകീയമായ ഒരുപക്ഷെ ഇത് കോൺഗ്രസ്സുകാർ മാത്രമായിരിക്കില്ല, നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള VDയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. ഈ മലപ്പുറം DC ഓഫീസിന് തൊട്ടു മുൻപിലുള്ള മറ്റൊരു KCക്ക് അനുകൂലമായി നയിച്ചവൻ നായകൻ എന്ന പേരിൽ KC അനുകൂലികൾ സ്ഥാപിച്ച ഒരു ഫ്ലക്സ് ബോർഡാണ് ഇത്. അതിൽ മുഴുവൻ അദ്ദേഹത്തിന്റെ മുഖം മറയ്ക്കുന്ന രീതിയിൽ തന്നെ സ്പ്രേ പെയിന്റ് അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ആവശ്യം ജനകീയമായി അല്ലെങ്കിൽ ജനങ്ങൾ അത് ഏറ്റെടുത്ത്, പ്രത്യേകിച്ച് ജൻസിയിലുള്ളവരൊക്കെ അദ്ദേഹം വരണമെന്നുള്ളൊരു ആവശ്യമാണ്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ 2006 തോന്നുന്നു VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ തെരുവിലിറങ്ങിയ അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ VD സതീശന് വേണ്ടി കേരളത്തിലുടനീളം എന്ന പോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും ഇന്നലെ ആളുകൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് കണ്ണേ കരളെ VS എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പട നയിച്ചവൻ ഇനി നാട് നയിക്കട്ടെ, നാട് ഭരിക്കട്ടെ എന്ന തരത്തിലുള്ള ക്യാപ്ഷനുകളൊക്കെ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ ആളുകൾ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യമുള്ളത്. ഏതായാലും മുഖ്യമന്ത്രി ആരാവണമെന്ന ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നതും ആ ഫ്ലക്സ് യുദ്ധങ്ങളുമായി, അതായത് അവർക്ക് അനുകൂലമുള്ളവർക്ക് ഫ്ലക്സ് വെക്കുന്നതിനോടൊപ്പം തന്നെ എതിരുള്ളവരുടെ ഫ്ലക്സുകളിൽ ഇത്തരത്തിൽ സ്പ്രേ പെയിന്റ് അടിച്ചും മറ്റുമൊക്കെ വിരുദ്ധമാക്കിയും ആ പ്രതിഷേധം അറിയിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് അനിരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.